ഹായ് എവ്രി വൺ. നമുക്കറിയാം കൗമാര കാലഘട്ടം, അഡോളസെൻസ് ഏജ്, ആ ഒരു പീരീഡ് എത്ര വെല്ലുവിളി നിറഞ്ഞതും പ്രതിസന്ധികൾ നിറഞ്ഞതുമാണ്. ആ കാലഘട്ടത്തിലെ കുട്ടികളുടെ മാനസികവും ശാരീരികവും വൈകാരികവുമായിട്ടുള്ള വളർച്ച വളരെ വേഗത്തിലാണ്. ആ വേഗത്തിലുള്ള വളർച്ച അവരുടെ ബ്രെയിനിലും മൈൻഡിലും ഉണ്ടാകുന്ന വ്യത്യാസങ്ങളും വികാസങ്ങളും അതൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് അവരെ സപ്പോർട്ട് ചെയ്യുകയും വേണം. നമ്മുടെ കാലഘട്ടത്തിൽ, നമ്മുടെ കൗമാര കാലഘട്ടത്തിൽ നമ്മളും സ്ട്രഗിൾ ചെയ്തിരുന്നു. ഏതെങ്കിലും ഒരു സ്ട്രഗിൾ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുമോ? ഇന്നലെ കണ്ട കുട്ടികളായിരിക്കൂല ഇന്ന് കാണുന്നത്. അത്രയ്ക്ക് റാപ്പിഡ് ചേഞ്ചസ് ആണ് അവരിൽ സംഭവിക്കുന്നത്. നമ്മൾ അറിഞ്ഞിരിക്കണം, അവരുടെ ബ്രെയിൻ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അവർ വളരുന്നത് പോലെ തന്നെ അവരുടെ ബ്രെയിൻ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ചില ഭാഗങ്ങൾ ഫുള്ളി ഡെവലപ്ഡ് ആകും, ബ്രെയിൻ്റെ ചിലത് സ്റ്റിൽ ഗ്രോയിങ്. നമ്മുടെ ഫ്രണ്ടൽ ലോബിലാണ് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ്, ലോജിക്കൽ തിങ്കിങ്, റാഷണൽ തിങ്കിങ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. ആ ബ്രെയിൻ്റെ ഏരിയയിലാണ് വാട്ട് ഈസ് റോങ്, വാട്ട് ഈസ് റൈറ്റ് അതൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നതും, അതേപോലെ അങ്ങനെ ചെയ്താൽ പോലീസ് പിടിക്കും, ഇങ്ങനെ ചെയ്താൽ അത് സൊസൈറ്റി ആക്സെപ്റ്റബിൾ അല്ല, അതെല്ലാം മനസ്സിലാക്കി തരുന്നത്, ലോജിക്കൽ തിങ്കിങ് ഒക്കെ മനസ്സിലാക്കി തരുന്നത് ഫ്രണ്ടൽ ലോബാണ്. വേറൊരു ബ്രെയിൻ ഏരിയയാണ് അമിഗ്ഡാല. ആ പാർട്ടിലാണ് നമ്മൾ ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ഏരിയ. ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്ന ഈ ബ്രെയിൻ്റെ ഏരിയ അമിഗ്ഡാല ഏരിയ, അത് ഫുള്ളി ഡെവലപ്ഡ് ആണ്. എന്നാൽ നമ്മുടെ ഫ്രണ്ടൽ ഏരിയ അത് ഫുള്ളി ഡെവലപ്ഡും അല്ല. അത് നമ്മുടെ 25 ഇയേഴ്സ് വരെ അത് വളർന്നുകൊണ്ടേയിരിക്കും, ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എന്താണ്, അഡോളസൻസ് പീരീഡിൽ ഈ ഹൈറ്റൻഡ് ഇമോഷൻസ് കൂടുതലായിരിക്കും. എന്നാൽ ഈ ഇമോഷൻസിനൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ബ്രെയിൻ്റെ കപ്പാസിറ്റി അത് ഡെവലപ്ഡ് ആയിരിക്കുമില്ല, അത് ലിമിറ്റഡ് ആയിരിക്കും. ബിക്കോസ് ദേ ആർ അണ്ടർ കൺസ്ട്രക്ഷൻ. അതുകൊണ്ടാണ് എന്ത് കാര്യങ്ങളും നമ്മൾ പറഞ്ഞാൽ അത് ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാകാത്തത്. അതുകൊണ്ടാണ് അതൊരു ഇൻറ്റേർണൽ സ്ട്രഗിളാണ്. ഇറ്റ് ഈസ് നോട്ട് ദെയർ ഫോൾട്ട്. അവരുടെ ഇമോഷൻസ് അവർ തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് അവർ തന്നെ സ്ട്രഗിൾ ചെയ്യുന്നു. ചിലപ്പോൾ ചില കൗമാരക്കാർ അവർ പുറത്ത് നല്ലവരായിരിക്കും, പക്ഷെ വീടിൻ്റെ ഉള്ളിൽ അവർ പ്രശ്നക്കാരായിരിക്കും. ചില കാര്യങ്ങളിൽ നമ്മളും കൺഫ്യൂസ്ഡ് ആണ്. അവർ ചെറിയ കുട്ടികളാണോ അതോ അവർ അഡൾട്ട്സ് ആണോ, അവർക്കും അതൊരു കൺഫ്യൂഷനാണ്. അതിന് നമ്മൾ ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്നാണ് പറയുന്നത്. നമ്മളും അങ്ങനെ തന്നെ അവരുടെ അടുത്ത് ഈ സമയത്ത് അവിടെ പോകാൻ പാടില്ല, ഇവിടെ പോകാൻ പാടില്ല. ചില സമയത്ത് നമ്മൾ പറയും, നീ ഇപ്പോൾ വളർന്ന് വലുതായി, നീ നിനക്ക് ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്യണം, ഇത് നിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് പറയും. ഈ പറയുന്നതെല്ലാം ഇത് കേൾക്കുന്ന അവർക്ക് അവരിലും കൺഫ്യൂഷനാണ്. ഇതെന്താണ്, ഞാൻ കുട്ടിയാണോ അതോ ഞാനൊരു ഗ്രോണപ്പാണോ, അഡൽട്ടാണോ എന്നുള്ള സംശയം അവരിലും ഉളവാകും. ഇന്നത്തെ തലമുറയ്ക്ക് ജെൻഡർ ഐഡൻറ്റിറ്റി ഇഷ്യൂസ് പോലും ഉണ്ട്, അത് നമ്മൾക്കുണ്ടായിരുന്നില്ല. അതും അവർ കൺഫ്യൂസ്ഡ് ആണ്. അതേപോലെ തന്നെ സൈബർ ബുള്ളിയിങ്, അതും ഇന്നത്തെ തലമുറയുടെ ഒരു കൺഫ്യൂസ്ഡ് അഡോളസെൻ്റ് ഏജിലെ ഒരു കൺഫ്യൂസ്ഡ് പാർട്ടാണ്. അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. നമ്മൾ ആസ് എ പാരൻ്റ് ഇതെല്ലാം അറിഞ്ഞിരിക്കണം. അവർ ഐഡൻറ്റിറ്റി ക്രൈസിസ്, അവർ ഇതിലൊക്കെ പ്രതിസന്ധികളിൽ പോകണം, അതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അതെല്ലാം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇനി ഞാനൊരു കേസ് സ്റ്റഡി പറയാം. ഒരു ഗേൾ 13 ഇയേഴ്സ് ഓൾഡ് കോൾ അരീബ. അവൾ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. വളരെ ചെയർഫുള്ളായ ഒരു ഗേൾ. അവൾ ആർട്ടിസ്റ്റിക് ആണ്. അവൾ നന്നായിട്ട് ഷോർട്ട് സ്റ്റോറീസൊക്കെ എഴുതും, നന്നായിട്ട് പടം വരക്കും.
അതേപോലെ തന്നെ അവളുടെ മദറിനായിട്ട് വളരെ അറ്റാച്ച്ഡ് ആണ്. അവൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഷോർട്ട് സ്റ്റോറീസും അവളുടെ ക്രിയേറ്റീവ് റൈറ്റിങ്ങും ഡ്രോയിങ്സൊക്കെ അവളുടെ ഫാമിലി ആളുകളെയും കുട്ടികളെയും ടീച്ചേഴ്സിനെയൊക്കെ കാണിക്കാറുണ്ട്. എന്നാൽ അവളുടെ അക്കാഡമിക് പെർഫോമൻസ് ആവറേജ് ആയിരുന്നു. എന്നാൽ അവൾ വളരെ ഡിലിജൻ്റ് ആയിരുന്നു, റെസ്പെക്റ്റ്ഫുൾ ആയിരുന്നു. 2 മാസമായിട്ട് അവളുടെ സ്വഭാവങ്ങളിലൊക്കെ ചില മാറ്റങ്ങൾ വന്നു തുടങ്ങി. അവളുടെ സ്കെച്ച് ബുക്ക് എല്ലാം ലോക്ക് ചെയ്ത് വെച്ചു. സ്കൂളിൽ പോകുന്നത് അവൾക്കൊരു ഇറിറ്റബിൾ സിറ്റുവേഷനായി. ചില മൺഡേയ്സിൽ അവൾ പോകാൻ കൂട്ടാക്കൂല. സ്കൂളിൽ പോകാതിരിക്കാൻ അവൾക്ക് എപ്പോഴും എക്സ്ക്യൂസസ് ആയിരുന്നു. വയറുവേദന, തലവേദന. പ്രത്യേകിച്ച് മൺഡേയ്സിൽ അവൾക്ക് പോകാൻ ഇഷ്ടമില്ല, സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ല. അതേപോലെ തന്നെ അവൾ പറയും അവൾക്ക് എന്തെങ്കിലും അസുഖം അന്ന് അവൾക്ക് ഉണ്ടായിരിക്കും. ഈ ഒരു കാരണങ്ങൾ കൊണ്ട് അവളുടെ മാർക്സ് ഒക്കെ കുറഞ്ഞു. ഒരു ട്രിഗർ അത് അവിടെ ഉണ്ടായി. അതെന്താണെന്ന് നോക്കാം. ഒരു ദിവസം അവളുടെ ടീച്ചർ സർക്കാസ്റ്റിക്കലി ഒരു കമന്റ് പറഞ്ഞു. ടീച്ചർ പറഞ്ഞത് ഇങ്ങനെയാണ്: ചില കുട്ടികൾ എല്ലാ കാര്യത്തിനും ബെസ്റ്റ് ആണെന്ന് പറയും, പക്ഷേ ഒരു കണക്കിൽ 2 മാത്ത് പ്രോബ്ലം പോലും അവർക്ക് ചെയ്യാൻ അറിയില്ല. ഇത് കേട്ട് അവളുടെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ ചിരിക്കാൻ തുടങ്ങി. അവൾക്ക് അവളുടെ ബോധം മറയുന്നത് പോലെ തോന്നി. ഈ ഒരു സംഭവത്തിന് ശേഷം അവൾ വളരെ ക്വയറ്റായി. ഇതറിഞ്ഞ് അവളുടെ പാരൻറ്റിൻ്റെ റെസ്പോൺസ് എന്താണെന്ന് നോക്കാം. അവരവളെ ശകാരിക്കാൻ തുടങ്ങി. ഇനി മാർക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ നിന്റെ സ്കെച്ചൊക്കെ ഞാൻ എടുത്തു വെക്കും. അതേപോലെ നിനക്ക് ഇനി ഫോൺ ഉണ്ടാകൂല, ഫോൺ തരൂല. അന്ന് രാത്രി അവൾ എന്ത് ചെയ്തു? അവളുടെ സ്കെച്ച് ബുക്ക് അവൾ കീറിക്കളഞ്ഞു. കുറേ സ്ലീപ്പിംഗ് പിൽസ് എടുത്ത് കഴിച്ചു. അബോധാവസ്ഥയിലായി വാഷ്റൂമിൽ കിടന്നു. അതിനുശേഷം കൗൺസിലിംഗ് ടൈമിൽ അവൾ പറഞ്ഞു, ഐ ഡോണ്ട് വാണ്ട് ടു ഡൈ. എനിക്ക് മരിക്കണ്ട, പക്ഷെ ഞാൻ ഒരുപാട് വേദനയിൽ പോയി എന്നാണ് അവൾ പറഞ്ഞത്. ഈ ഒരു സിറ്റുവേഷനിൽ അവളുടെ ടീച്ചേഴ്സ്, പാരൻസ് ആൻഡ് ഫ്രണ്ട്സ് അവൾക്ക് എന്തെല്ലാം ഇൻ്റർവെൻഷൻസ് കൊടുക്കായിരുന്നു. എന്തായിരുന്നു അതിൻ്റെ റെഡ് ഫ്ലാഗ്സ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എന്തെല്ലാം റെഡ് ഫ്ലാഗ്സ് ആണ് അവൾ കാണിക്കാൻ തുടങ്ങിയത്? രണ്ടാമത്തായിട്ട്, എങ്ങനെയാണ് അവളുടെ മദർ അതിനെ റെസ്പോണ്ട് ചെയ്തത്? പിന്നെ മൂന്നാമതായിട്ട്, എന്തെല്ലാം സിസ്റ്റംസ് ആണ് ഫെയിൽ ആയത് അറ്റ് ഹോം, സ്കൂൾ ആൻഡ് അവളുടെ സെൽഫ് വർത്ത്? നാലാമതായിട്ട്, എങ്ങനെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ എൻ്റെ മദർ അല്ലെങ്കിൽ ഒരു ടീച്ചർ അവൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ എന്തൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു, ഇൻ്റർവെൻഷൻ കൊടുക്കാമായിരുന്നു? എങ്ങനെ അവളുടെ ഇമോഷണൽ ചെക്കിൻ ഡെയിലി അവളുടെ ഓരോ ഇമോഷണൽ ചെക്കിൻസുകൾ നമുക്ക് മറ്റുള്ള കുട്ടികളുമായിട്ട് ചെക്കിൻസ് ചെയ്യാമായിരുന്നു. അതേപോലെ തന്നെ നമ്മളുടെ കുട്ടികളുടെ ഡെയിലി റൂട്ടീൻസിൽ അവരുടെ ഇമോഷണൽ ചെക്കിൻസ് ഒക്കെ എങ്ങനെ ചെയ്യാൻ പറ്റുമായിരിക്കും? ഇതെല്ലാം റെഡ് ഫ്ലാഗ്സ് ആണ്. ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കൂ. ഇത് നമ്മളുടെ 1ാം പാർട്ടാണ്. ഞാൻ 2ാം പാർട്ടുമായിട്ട് അടുത്ത് തന്നെ വരാം. താങ്ക് യു.